നമ്മളെപ്പോഴും അമ്മമാരുടെ ഒരു സാന്നിധ്യം കുട്ടികളിൽ ഒരുപാട് അഫക്റ്റ് ചെയ്യുമെന്ന് പറയാറുണ്ട്. ശരിക്കും ഒരു അച്ഛൻ്റെ റോൾ എന്താണ് ഇതിൽ? അച്ഛൻ്റെ ഒരു പ്രോക്സിമിറ്റി ശരിക്കും കുട്ടികളുടെ മാനസികാരോഗ്യത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുക. അമ്മയുടെ റോള് പോലെ തന്നെ ഈക്വലായിട്ട് അച്ഛൻ്റെ റോളുണ്ട്. പക്ഷെ എല്ലാ കുടുംബങ്ങളിലും അവർ വിചാരിക്കുന്ന അമ്മയ്ക്കാണ് റോളെന്ന്. അങ്ങനെയല്ല, അച്ഛന് ഈക്വൽ റോളുണ്ട്. ഫാദർ കുട്ടിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. യു ഷുഡ് ബി എ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു മോഡലായിരിക്കണം എല്ലാ കാര്യത്തിലും. ഈ കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയുടെയും പെരുമാറ്റം, സംസാരം, അവരുടെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. എൻ്റെ മോളുടെ കുഞ്ഞ് 2.5 വയസ്സുള്ളപ്പം ഞങ്ങളുടെ വീട്ടിലെ സപ്ലൈ പോയി, കറണ്ട് പോയി. അപ്പോൾ ഇലക്ട്രീഷ്യൻ വിളിച്ചു. ഇലക്ട്രീഷ്യൻ വന്ന് ഇൻവെർട്ടർ ഓഫാക്കി നോക്കിയെന്നാണ്. അപ്പോൾ ഈ 2.5 വയസ്സുകാരൻ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൂപ്പ കറണ്ട് പോയി, മെയിൻ സ്വിച്ച് ഓഫാക്കിയ കുഞ്ഞിനെ അറിയാൻ പാടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൂപ്പൻ KCB വിളിക്കാൻ. ഞാൻ ചട്ടിപ്പോയി. KCB എന്നുള്ള വാക്കി കുഞ്ഞങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ തന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പം മറുപടി പറഞ്ഞ് ഞാൻ വിളിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അവരെന്ത് പറഞ്ഞു? വെള്ളിയാഴ്ച കറണ്ട് വരുള്ളൂ. വെള്ളിയാഴ്ച എന്നുള്ളൊരു പേരും പഠിച്ചു. അതെന്താ അത്ര താമസം ഞാൻ ചോദിച്ചു. അപ്പം മറുപടി പറഞ്ഞ് ലൈൻ പൊട്ടിക്കിടക്കുക. ഇത്രയും ഇവരെ ഈ കുഞ്ഞ് പഠിച്ചത് ഞാനും വൈഫും തമ്മിലുള്ള ഡയലോഗാണ്. ഈ കുഞ്ഞ് അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സംസാരം സൗണ്ട് കൂട്ടി പറയും. അത് ഞാൻ ആ കുഞ്ഞിൻ്റെ വെർബൽ സ്റ്റിമുലേഷൻ കൊടുക്കാനാണ്. ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഒത്തിരി സ്റ്റിമുലേഷൻ ഉണ്ട്. അതിലൊന്നാണ് ഈ വെർബൽ സ്റ്റിമുലേഷൻ. നമ്മൾ പറയുന്നത് കേട്ട് പഠിക്കുക. പലരും വിചാരിക്കും നമ്മൾ പറയുന്നത് കുഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഡയലോഗ് ശ്രദ്ധിച്ചാണ് അവൻ ആ കറക്റ്റ് സമയത്ത് എടുത്തത്.